നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആധുനിക മദ്യവിമുക്ത ചികിത്സയെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചനായി നമ്മോടൊപ്പം ഉള്ളത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നജീബാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, ഈ മദ്യവിമുക്ത ചികിത്സയെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഇതിനകത്തൊരു പുതിയ മുഖം, അതായത് പുതിയ രീതിയിൽ എങ്ങനെയാണ് ഈ മദ്യത്തിൽ നിന്ന് വിമുക്തി നേടുന്ന ഒരു രീതി, പരമ്പരാഗതമായിട്ട് നമ്മൾ എന്താണ് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് കൊണ്ടിരിക്കുന്നത്, അതും തമ്മിൽ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് അവലംബിക്കുന്ന രീതികളിൽ എന്താണ് ഒരു മെയിൻ വ്യത്യാസം? ഇപ്പോൾ മദ്യപാനി അല്ലെങ്കിൽ മദ്യത്തിനടിമ എന്ന് പറയുന്നത് ഒരു ചെറിയ കാലാവധിയിലുള്ള അല്ലെങ്കിൽ കാലയളവിലുള്ള ഒരു പ്രോബ്ലം ആയിട്ടല്ല കൂട്ടുന്നത്. വളരെ ഈ പഞ്ചസാരയും പ്രഷറിനെയും പോലെ വളരെ അധികം നാളത്തെ മദ്യപാന ശീലത്തിലൂടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതായത് മദ്യത്തിൻ്റെ അടിമയായ ഒരു അവസ്ഥ വളരെയധികം കാലത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ചികിത്സാ രീതികളിൽ മാറ്റം വരും. വളരെ ചെറിയ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയല്ല ഇന്ന് നമ്മുടെ അവലംബിക്കുന്നത്. പുതിയ തരത്തിലുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ ലോങ് കോഴ്സ്, അതായത് ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇന്ന് മോഡേൺ മെഡിസിനിൽ ലഭ്യമാകുന്നത്. അത് കാരണമെന്ന് പറഞ്ഞാൽ പുതിയ മോഡേൺ മെഡിസിനിൽ പുതിയ തരത്തിലുള്ള ചികിത്സ ഉൾക്കൊണ്ടുകൊണ്ടാണ് കൂടുതൽ പേരെ മദ്യവിമുക്ത ചികിത്സയിലേക്ക് കൊണ്ടുവരാനും അതുവഴി കൂടുതൽ സക്സസ് റേറ്റ് ഉണ്ടാവാനും ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഈ മദ്യവിമുക്ത ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മദ്യപിക്കുകയാണെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുന്നതടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് പറയാറുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള വാസ്തവം? ഈ മദ്യവിമുക്ത ചികിത്സയെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ ഇപ്പോഴുണ്ട്. തെറ്റിദ്ധാരണകളെന്ന് പറഞ്ഞാൽ ഈ മദ്യവിമുക്ത ചികിത്സയ്ക്ക് ഒറ്റമൂലികളുണ്ടെന്നും, അഥവാ ഈ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മദ്യം കഴിക്കുകയാണെങ്കിൽ വളരെയധികം മദ്യത്തിന് അടിമയാവുകയും അല്ലെങ്കിൽ മാനസിക രോഗത്തിന് അടിമയാവുകയും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മദ്യവിമുക്ത ചികിത്സ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ദോഷങ്ങളെ കൂടുതലാണുള്ളത് എന്നുള്ള ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ ഒരു തെറ്റായ ധാരണ ഇന്ന് സമൂഹത്തിലുണ്ട്. അതുമാത്രമല്ല, എഫക്റ്റീവായിട്ടുള്ള ഒരു മദ്യവിമുക്ത ചികിത്സ അഥവാ ഡി അഡിക്ഷൻ തെറാപ്പി ലഭ്യമല്ല എന്നുള്ള ഒരു കൺസെപ്റ്റും സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വളരെയധികം നമുക്ക് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. മദ്യപാന ചികിത്സയെക്കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണകൾ ഇന്ന് കൂടുതലും സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അവരെ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഈ മദ്യവിമുക്ത ചികിത്സ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അല്ല രണ്ടാമത് മദ്യപാനി ആവാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അത് ഫെയിലിയർ ആയിരിക്കില്ലേ മിക്കവാറുമുള്ള ഒരു സാഹചര്യങ്ങൾ? ഇതും ഒരു ക്വസ്റ്റ്യനാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പാടുപെട്ട് ഒരാളെ മദ്യപാന ചികിത്സയ്ക്ക് വിധേയനാക്കുകയും അല്ലെങ്കിൽ അതിന് കുറച്ച് കാശ് ചിലവുണ്ട്, അതിന് കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്, ഒത്തിരി നാളത്തെ ചികിത്സയാണ് കൊടുക്കേണ്ടത്. ഈ ചികിത്സ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ വീണ്ടും മദ്യത്തിന് അടിമയാവുമോ അല്ലെങ്കിൽ വീണ്ടും മദ്യത്തിന് അടിമയായാലും അതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക പൊതുസമൂഹത്തിനുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു പ്രശ്നമായുണ്ട്. സക്സസ് റേറ്റ് കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. പക്ഷേ എന്നിരുന്നാലും യൂറോപ്യൻ കൺട്രീസിന് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തെക്കാളും കൂടുതൽ വ്യക്തിബന്ധങ്ങൾക്കും ഈ ഫാമിലി കൺസെപ്റ്റ്സൊക്കെ അതായത് കുടുംബ ബന്ധങ്ങൾക്കും നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ള രാജ്യങ്ങളെക്കാളും വളരെയധികം സക്സസ് റേറ്റ് നമ്മുടെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള ഈ ചികിത്സയ്ക്ക് കൂടുതൽ സക്സസ് റേറ്റ് ഉണ്ട്. ഈ മദ്യപാനത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും മദ്യപാനിക്കായിരിക്കില്ല ഇതിനുള്ള ബുദ്ധിമുട്ടുകൾ ആദ്യം തിരിച്ചറിയുക. പ്രത്യേകിച്ച് അവരുടെ ഭാര്യ, കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ ക്ലോസ് റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്. ഇവരായിരിക്കും ഒരു മദ്യപാനിയെ അല്ലെങ്കിൽ അല്ലെങ്കിൽ മദ്യവിമുക്ത ചികിത്സയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ കഴിയും? എല്ലാവരുടെയും ഒരു ആശങ്കയാണ്. ഞാനിപ്പോൾ മദ്യപാനിയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ പോയി കണ്ട് ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ട് നമുക്കിതിനുള്ള ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം കഴിക്കുന്നില്ലല്ലോ, എനിക്ക് കഴിക്കാൻ നിർത്താൻ അറിയാം എന്ന് പറഞ്ഞ് എനിക്ക് കഴിക്കാതിരിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് കൺസൾട്ടേഷനോ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ നമ്മളൊരു
ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തിക്കപ്പെടാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇതും ഒരു ചലഞ്ചാണ്. ഇപ്പോൾ മദ്യപാന ചികിത്സ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ബന്ധുക്കളോ അല്ലെങ്കിൽ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ ഇത് മനസ്സിലാക്കുകയും, പക്ഷേ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ രോഗിക്ക് ഇതോടൊപ്പം തന്നെ വേറെ മറ്റേതെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ റാഷണലൈസേഷൻ, രോഗി തന്നെ പറയുകയാണ് ഞാൻ അത്ര വലിയ മദ്യപാനിയൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സാഹചര്യങ്ങൾ ഇതെല്ലാം എന്നെ മദ്യപാനിയാക്കുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വേണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് നിർത്താൻ കഴിയും എന്നൊക്കെ റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലൂടെ ഒരു ഡിഫൻസ് മെക്കാനിസം അദ്ദേഹം എടുക്കുകയും, അപ്പോൾ എനിക്ക് ഇനി ചികിത്സയുടെ ആവശ്യമില്ല, ഞാൻ സ്വന്തമായിട്ട് നിർത്തിക്കൊള്ളാം, ഞാൻ അത്ര വലിയൊരു മദ്യപാനി അല്ല എന്ന് സമർത്ഥിക്കുകയും, അതോടൊപ്പം തന്നെ ഈ മദ്യവിമുക്ത ചികിത്സയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ മദ്യവിമുക്ത ചികിത്സ കൊണ്ട് ഞാൻ ശരിയാവാൻ പോകുന്നില്ല, ഞാൻ വിചാരിക്കാതെ എനിക്ക് എൻ്റെ ചികിത്സിക്കാൻ ഒക്കത്തില്ല, അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള പേഷ്യൻസിനെ കൊണ്ടുവരാൻ വലിയ പാട് തന്നെയാണ്. അതും ഈ ചികിത്സാ രംഗത്ത് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. നമുക്ക് ഗവൺമെൻറ് ആശുപത്രികളിൽ നമുക്കറിയാം മദ്യവിമുക്ത ചികിത്സ നേടുന്ന ഒരു ഭൂരിഭാഗം, ഒരു വലിയ സമൂഹം എന്ന് പറയുന്നത് സാധാരണക്കാരും അതുപോലെ തന്നെ ബിലോ പോവർട്ടി ലൈനിലുള്ളവരുമാണ്. സാധാരണ അവർ ഒരു ലോങ് ടൈം തന്നെ ഇത്തരം മദ്യപാനത്തിന് വേണ്ടിയിട്ട് അവരുടെ കിട്ടുന്ന പൈസയുടെ ഒരു ബഹുഭൂരിപക്ഷം അവർ മാറ്റി വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം വീടുകളിൽ ഉള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേടുന്ന ഒരു വലിയ സമൂഹം തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഇത്തരം മദ്യവിമുക്ത ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ചികിത്സാ രീതികൾ ഒട്ടുമിക്ക ആശുപത്രികളിലും അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ഇതിന് ലഭ്യമാണോ? സർക്കാർ ആശുപത്രിയിലെ സൈക്യാട്രിസ്റ്റുമാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ട്രെയിൻഡാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ മദ്യപാന ചികിത്സ കൊടുക്കണം എന്നൊരു ബന്ധുക്കൾ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾ തീരുമാനിക്കുക, അത് എവിടെ കിട്ടും എന്നുള്ള ഒരു ആശങ്കയിലാണ്. കാരണം ഇന്ന് മദ്യപാന ചികിത്സ നടത്തുന്നത് ടെക്നിക്കലി പെർഫെക്റ്റ്, അതായത് പ്രൊഫഷണലി ട്രെയിൻഡ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ സയൻറ്റിഫിക്കലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല മിക്കവാറും സ്ഥലത്ത് നടക്കുന്നത്. അപ്പോൾ ഈ മദ്യപാന ചികിത്സ കേന്ദ്രങ്ങളിലെല്ലാം ചിലപ്പോൾ സയൻറ്റിഫിക്കായിട്ടൊരു അപ്രോച്ച് അല്ല കൊടുക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെർട്ട് അല്ല, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് അല്ല പലപ്പോഴും ഇത് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും രോഗികൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ചികിത്സയും അത് മദ്യപാനത്തോടൊപ്പം ഉണ്ടാകുന്ന മറ്റുള്ള പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യാതെ പോകുന്നു. അപ്പം തീർച്ചയായിട്ടും ഇന്ന് ഇപ്പോൾ ഗവൺമെൻറ് ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. താലൂക്ക് ലെവൽ, താലൂക്ക് ആശുപത്രി മുതൽ ബാക്കിയുള്ള ജനറൽ ആശുപത്രി അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി സെൻറ്റേഴ്സ്, ഇവിടെ എല്ലാം മദ്യപാന ചികിത്സ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ വാർഡുകൾ തുറക്കുകയും അവിടെ എല്ലാം ഈ സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ കൊണ്ട് ചികിത്സിക്കാൻ ഒക്കെ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മദ്യവിമുക്ത ചികിത്സയിൽ നമ്മൾ ഏറ്റെടുത്തുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് രീതിയിലുള്ള പത്രങ്ങളിൽ കൂടിയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാതെ തന്നെ അല്ലെങ്കിൽ മദ്യവിമുക്തി നേടാം എന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ രോഗി അറിയാതെ തന്നെ ചികിത്സിക്കാം എന്നുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ലേഖനങ്ങൾ നമ്മൾ കാണാറിടയാറുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും രീതിയിലുള്ള വാസ്തവമാണോ? ഇതൊക്കെ ചെന്ന് വഞ്ചിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കോ അല്ലെങ്കിൽ രോഗിക്ക് മറ്റു പ്രയാസങ്ങളിലേക്ക് എത്തപ്പെടുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ മാറുന്നു? തീർച്ചയായിട്ടും ഇന്ന് മദ്യപാന ചികിത്സ എന്ന് പറഞ്ഞ ഒരു ഒറ്റമൂലി, ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റമൂലിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. രോഗിയുടെ ഹിസ്റ്ററി, അതായത് ഒരു രോഗിയെ ഒരു ഡോക്ടറിനടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മദ്യപാന ശീലത്തെക്കുറിച്ചുള്ള വളരെ വലിയ ഒരു ഹിസ്റ്ററി ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച്, ഫാമിലി ലൈഫിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അപഗ്രഹിച്ചതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലാബ് ടെസ്റ്റുകളാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള പല ഘട്ടത്തിലൂടെ കടന്നു പോയാലേ ഈ ചികിത്സ പൂർണ്ണമാകത്തുള്ളൂ. ഒറ്റമൂലികളോ അല്ലെങ്കിൽ അത് അറിയാതെയോ കൊടുക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മദ്യപാന ചികിത്സയുടെ ഓരോ വശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രോഗി വരുമ്പോൾ ഡോക്ടർ രോഗിയെ നോക്കുന്നു, രോഗിയുടെ ഹിസ്റ്ററി എടുക്കുന്നു, രോഗിയുടെ മദ്യപാന ശീലത്തെക്കുറിച്ച് കേൾക്കുന്നു. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഈ രോഗി മദ്യപാനിയായി, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫാക്ടേഴ്സ്, അവരുടെ കുടുംബ ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഹിസ്റ്ററി, വ്യക്തിപരമായ
പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ശാരീരികമായിട്ട് എന്തെങ്കിലും മദ്യപാന ശീലത്തോടൊപ്പം പ്രോബ്ലംസ് ഉണ്ടോ, ശാരീരികമായിട്ടുള്ള എന്തൊക്കെ വൈകല്യങ്ങളാണ്, സാധാരണ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്, അതെല്ലാം നോക്കുന്നു. സാധാരണ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ കുടൽ സംബന്ധമായിട്ടുള്ള കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ചിലപ്പോൾ മദ്യപാനികളിൽ കാണാം. അതോടൊപ്പം തന്നെ തലച്ചോറിനെ ബാധിക്കുന്ന തരത്തിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മേജർ സിസ്റ്റത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കുന്നു. അതോടൊപ്പം ഈ ശാരീരികമായിട്ടുള്ള പ്രോബ്ലംസിനോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പ്രോബ്ലംസും ഈ രോഗികൾ ഉണ്ടാകും. മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ മദ്യത്തിന് അടിമയായി കഴിഞ്ഞാൽ ചിലപ്പോൾ പല രീതിയിലുള്ള മാനസിക രോഗങ്ങൾ ഇദ്ദേഹത്തിനുണ്ടാവാം. സംശയരോഗം തൊട്ട് സാധാരണ ഉത്കണ്ഠ, പിന്നെ ഡിപ്രഷൻ, മാനിയ, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ചിലപ്പോൾ മദ്യപാനം കൂടുന്നത്, അല്ലെങ്കിൽ ഈ മദ്യപാന ശീലം കൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അസസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആധുനിക മദ്യവിമുക്ത ചികിത്സയെക്കുറിച്ചാണ്. ഡോക്ടർ നജീബാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, ഈ മദ്യവിമുക്ത ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എപ്പോഴാണ് ഒരാളെ കിടത്തി ചികിത്സിക്കേണ്ടി വരേണ്ടി വരുന്നത്? നമുക്ക് ബഹുഭൂരിപക്ഷം ആൾക്കാരെയും OP ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? കാരണം നമുക്കറിയാം ഇദ്ദേഹത്തിന് ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന ചിലർ ജോലിക്ക് പോകുന്നുണ്ട്, ജോലിക്ക് പോയിട്ട് ചിലപ്പോൾ സുഹൃത്തുക്കളോട് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ മദ്യപിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ അവർ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കാതെ അവർക്ക് എത്രത്തോളം ഈ മദ്യവിമുക്ത ചികിത്സ ഫലപ്രദമായിട്ട് നമുക്ക് ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എത്ര ഫലപ്രദമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു മദ്യപാന ചികിത്സയ്ക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഇനിഷ്യൽ അസസ്മെൻറ്റ്, അതായത് ആദ്യം നമ്മുടെ ഹിസ്റ്ററി എടുക്കുന്നു. മദ്യപാന ശീലത്തെക്കുറിച്ച് ഇപ്പോൾ ദിവസം കഴിക്കുന്ന അളവ്, കഴിക്കാതിരുന്നാലുള്ള പ്രശ്നങ്ങൾ, മദ്യം കിട്ടാതിരുന്നാലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ചോദിച്ചറിയുകയും ഡോക്ടർ അതോടൊപ്പം തന്നെ മറ്റു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗിയെ കിടത്തി ചികിത്സിക്കുന്നത്. പലപ്പോഴും രോഗിയെ കൊണ്ടുവരിക ചെയ്യപ്പെടുകയാണെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥയിലും രോഗിയെ കിടത്തി ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ബന്ധുക്കളുടെയും മറ്റുള്ള അവരുടെയും അവർ കൊണ്ടുവരുന്ന രോഗി സ്വമേധയാ വരാത്ത ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ രോഗിയെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ, മരുന്നുമായിട്ട് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ മരുന്നും കഴിക്കും, ചിലപ്പോൾ മരുന്ന് കഴിക്കാതെ തന്നെ വീണ്ടും മദ്യപാനം തുടങ്ങുകയും ചെയ്യും, കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷനിൽ IP പേഷ്യൻ്റ്, അതായത് ഇൻപേഷ്യൻ്റായിട്ട് കിടത്തി ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അപ്പോൾ അത് എല്ലാം ഓരോ പേഷ്യൻറ്റിനെയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മദ്യപാന ചികിത്സ എന്ന് പറഞ്ഞാൽ വെറും കിടത്തി ചികിത്സിക്കുന്നു അല്ലെങ്കിൽ വന്ന് കണ്ട് പോകുന്നതും അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ചിലപ്പോൾ അതെല്ലാം ഡോക്ടർ കണ്ടതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത്ര ദിവസം കിടന്നാൽ മദ്യപാന ചികിത്സ പൂർണ്ണമാവുന്നോ അല്ലെങ്കിൽ ഇത്ര ദിവസം കിടക്കാതെ തന്നെ പൂർണ്ണമാവുന്നോ ഒന്നുമില്ല. ഓരോ പേഷ്യൻ്റിനെയും കണ്ടതിന് ശേഷം പേഷ്യൻ്റെ അവസ്ഥ എന്താണ്, പേഷ്യൻ്റ് IP അഡ്മിഷൻ ആവശ്യമാണോ എന്ന് നോക്കിയതിന് ശേഷം ഒരു ചികിത്സ വിധി നിർണ്ണയിക്കാവുന്നതാണ്. ചികിത്സാ വിധി നിർണ്ണയിക്കുമ്പോൾ തീർച്ചയായിട്ടും മദ്യം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് മദ്യം നിർത്തുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ഒരു മദ്യപാനിക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് മദ്യം നിർത്തുമ്പോഴാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ മദ്യത്തിൻ്റെ അളവ് വളരെ ക്രമാതീതമായിട്ട് കൂടുകയാണെങ്കിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ വേഗം കൊണ്ടുവരപ്പെടുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരു 400-നും 600-നും അല്ലെങ്കിൽ 800 മില്ലിഗ്രാത്തിന് മുകളിൽ മില്ലിഗ്രാത്തിന് മുകളിൽ ഈ ആൽക്കഹോളിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ പുള്ളിക്കാരന് ബോധക്ഷയം ഉണ്ടാവുകയും അതോടൊപ്പം ശ്വാസം എടുക്കാൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരനെ കൊണ്ടുവരപ്പെടാം. അങ്ങനെയുള്ള കണ്ടീഷനിൽ അടിയന്തരമായിട്ടുള്ള ചികിത്സാ വിധികൾ നടത്തേണ്ടതുണ്ട്. അതെല്ലാം സാധാരണ രീതിയിലുള്ള ഒരു പേഷ്യൻ്റാണ്, ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റാണ് വന്നതാണെങ്കിൽ ഇനിഷ്യൽ അസസ്മെൻറ്റിന് ശേഷം നമ്മുടെ ലാബ് ടെസ്റ്റുകൾ നോക്കുന്നു. ലാബിൽ സാധാരണ നോക്കുന്ന ടെസ്റ്റുകളെന്ന് പറഞ്ഞാൽ ലിവർ ഫംഗ്ഷനാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള MCV കുറച്ച് അല്ലാതെ ഉള്ള ടെസ്റ്റുകളും നോക്കുന്നുണ്ട്. ഈ ടെസ്റ്റുകൾ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കാരന് ലിവറിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ എക്സാമിനേഷന് ശേഷം ഞരമ്പുകൾ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, ഞരമ്പുകൾക്ക് ബലക്ഷാമം ഉണ്ടോ, തലച്ചോറിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, ഓർമ്മക്കുറവുണ്ടോ, അല്ലെങ്കിൽ നേരെ നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയാണോ, ഞരമ്പുകളുടെ ക്ഷതം എത്രമാത്രമാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത് കമ്പൈൻഡായിട്ട് ഒരു
ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ തീർച്ചയായിട്ടും ഇതൊരു മോഡേൺ മെഡിസിൻ അതല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് രീതിയിലാണ് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതിന് ഒരു ഒറ്റമൂലികളോ അല്ലെങ്കിൽ ഒരു കുറുക്ക് വഴികളോ ഒന്നും തന്നെ ഇല്ല. സാധാരണ ഒരു രോഗി എങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് ഒരു രോഗി മെഡിക്കൽ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ ലോങ് ടൈം ചികിത്സ വേണ്ടി വരുമ്പോൾ മദ്യവിമുക്തി പൂർണ്ണമായിട്ടും നേടാൻ എത്ര നാളത്തെ ചികിത്സയാണ് വേണ്ടി വരുന്നത്? ഒരു വലിയ സമൂഹം ഈ പാതി വഴിയിൽ നിർത്തി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതെ, ഇത് ഞാൻ നേരത്തെ ചലഞ്ചസിലുള്ളതാണ്. ഈ നമ്മുടെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാതെ ഇടയ്ക്ക് നിർത്തിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള നിർത്തിപ്പോകുന്ന അവസ്ഥ ധാരാളമുണ്ട്. കാര്യം പലപ്പോഴും ഇതിനിടയ്ക്ക് റിലാപ്സ് ഉണ്ടാകും, കുടിക്കാം മദ്യം വീണ്ടും ഉള്ളിൽ ചെന്നിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചികിത്സയിലുള്ള പിഴവുകൾ മെയിനായിട്ടുള്ളതാണ് നിർത്തിപ്പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് കുടുംബത്തിൽ കൂടുതൽ ഫിനാൻഷ്യൽ സൗണ്ടൊന്നും അല്ലായിരിക്കാം, കാശിൻ്റെ പ്രശ്നം ഉണ്ടാവാം. അപ്പോഴെല്ലാം അല്ലെങ്കിൽ രോഗി എന്നെ ഇനി വേണ്ട, ഇനി ആവശ്യമില്ല, അല്ലെങ്കിൽ ബന്ധുക്കൾ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുടിക്കത്തില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ മദ്യപാന ചികിത്സയുടെ വിജയം എന്ന് പറയുന്നത് പിന്നെ ഒരു വർഷമെങ്കിലും കുടിക്കാത്ത ഒരവസ്ഥ ഈ വ്യക്തിയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വിജയം. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളം നമ്മുടെ ഈ ചികിത്സയുമായിട്ട് മുമ്പോട്ട് പോകണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ദിവസത്തോ 2 ദിവസത്തോ പ്രശ്നമല്ല ഈ രോഗിക്ക് ഉണ്ടായിരിക്കുന്നത്. വളരെ കാലത്തെ മദ്യപാനത്തിലൂടെ ഉണ്ടായ പ്രശ്നങ്ങൾ വളരെ നാൾ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാനേ ഒക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അതിന് വേണ്ടത് സൈക്കോളജിക്കലും അതോടൊപ്പം തന്നെ നമ്മുടെ മരുന്ന് കൊണ്ടുള്ള ചികിത്സയും ആവശ്യമാണ്. ഈ മദ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള വില കുറഞ്ഞ മദ്യം മുതൽ വളരെ മുന്തിയ ഇനം ലക്ഷങ്ങൾ വില വരുന്ന മദ്യം വരെ നമുക്ക് മാർക്കറ്റ് ലഭ്യമാണ്. അപ്പോൾ മുന്തിയ ഇനം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് കേടില്ല എന്ന് പറയുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള അർത്ഥമാണ്? ഈ 44-46% സ്പിരിറ്റ് ഇതെല്ലാം മദ്യത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ മദ്യത്തിൻ്റെ അളവ്, ഈ സ്പിരിറ്റിൻ്റെ അളവ് അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ ബിയറിലാണെങ്കിൽ 4-6%, വൈനിലാണെങ്കിൽ 20-25%. ഇതിൻ്റെ അളവാണ് ഈ നാഡീവ്യൂഹത്തെ തളർത്തുന്നു അല്ലെങ്കിൽ നാഡീവ്യൂഹത്തെ ഉദ്ദീപിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ രക്തത്തിലുള്ള ലെവൽ അനുസരിച്ച് നമുക്ക് ഉന്മാദവും അല്ലെങ്കിൽ ചെറിയ യൂഫോറിയയും ചെറിയൊരു മൂഡ് എലിവേഷൻ അതേപോലെ ഡിപ്രഷനും ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം എല്ലാ മദ്യത്തിലും ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ ബ്രാൻഡിങ് അല്ലെങ്കിൽ അതിൻ്റെ ഏജിങ് ഇതെല്ലാം വെച്ചാണ് ഇതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അതുമായിട്ട് ഇതുണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് ഇതിന് വ്യത്യാസം വരത്തില്ല. മരുന്നുകൾ ദീർഘകാലം കഴിക്കേണ്ടി വരുന്ന മരുന്നുകൾ വില കൂടിയതാണോ? അത് നമുക്ക് എത്ര നാളാണ് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് വേണ്ടി വരുന്നത്? രോഗിയെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞ ഡീടോക്സിഫിക്കേഷൻ എന്നൊരു പ്രവൃത്തിയിലൂടെ ഒരു ഫേസിലൂടെ നമ്മൾ കടന്നു പോകണം. ഡീടോക്സിഫിക്കേഷൻ സാധാരണ രീതിയിൽ 1 വീക്കോ അല്ലെങ്കിൽ 10 ഡേയ്സോ നീണ്ടു നിൽക്കുക. അതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈമിൻ വൈറ്റമിൻ ഇഞ്ചക്ഷനും അതോടൊപ്പം ബെൻസോഡൈസപ്പിൻ ഗ്രൂപ്പിൽപ്പെട്ട ചില മരുന്നുകളുമാണ്. അപ്പോൾ പല രീതിയിലുള്ള മരുന്നുകൾ ഈ ബെൻസോഡൈസപ്പിൻ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ സമയം കൊണ്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ച് നേരം കൂടുതൽ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വളരെയധികം നേരം ആക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ലിവറിൻ്റെ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള സിസ്റ്റം, ബാക്കിയുള്ള സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് ഇപ്പോൾ ലിവറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ലിവറിന് ട്രീറ്റ് ചെയ്യുന്ന ഗുളികൾ കൊടുക്കുന്നത്, തലച്ചോറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ തലച്ചോറിൻ്റെ സ്റ്റെബിലിറ്റി, അതിൻ്റെ ന്യൂറോൺ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റീജനറേഷന് വേണ്ടിയുള്ള ഗുളികൾ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള സപ്പോർട്ടീവ് തെറാപ്പി, അതോടൊപ്പം തന്നെ ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് കാണുന്നത്, അപ്പോൾ IV ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഈ 10 ദിവസം ഡീടോക്സിഫിക്കേഷൻ ഫേസിലൂടെ രോഗി കടന്നു പോകുന്നു. അത് തീർത്തും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ മദ്യം നിർത്തുമ്പോൾ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ വിത്തിൻ 24 hours നമുക്ക് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ചിലപ്പോൾ അമിത മദ്യപാനികളിൽ ചിലപ്പോൾ റം ഫിറ്റ് അഥവാ വിഡ്രോവൽ സീഷ്യസ് എന്ന് പറയുന്നത് ജന്നി ഉണ്ടാകുന്ന ആ ജന്നി മറ്റുള്ള ജന്നികൾ പോലെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ തുടർച്ചയായിട്ടുള്ള ജന്നികൾ വരുമ്പോൾ തലച്ചോറിലെ ബ്ലഡ് സർക്കുലേഷൻ അത് ബാധിക്കുകയും അല്ലെങ്കിൽ റെസ്പിറേഷനെ ബാധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ മരണം തന്നെ കാരണമാവുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആധുനിക മദ്യവിമുക്ത ചികിത്സയെക്കുറിച്ചാണ്. ഡോക്ടർ നജീബാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമ്മൾ ചില സമയങ്ങളിലും
കാണാറുണ്ട് ഈ പേഷ്യൻസിനെ, അതായത് മദ്യവിമുക്ത ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന പേഷ്യൻസിനെ കെട്ടിയിടേണ്ടി വരുന്ന അവസ്ഥകളുണ്ടാകാറുണ്ട്. അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ മദ്യം നിർത്തുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാകും, വിഡ്രോവൽ സിംറ്റംസ്, അഥവാ വിടുതൽ രോഗങ്ങൾ. ഇതിലൊന്നാണ് ഒരു ഡെലീറിയൻ ട്രെമൻസ് എന്ന് പറയുന്ന, അത് സ്ഥലകാല ബോധമില്ലായ്മ. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ തീർച്ചയായിട്ടും രോഗി വീണ്ടും ഒരു പ്രോബ്ലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകാതെ കെട്ടിയിടുന്ന ഒരു കണ്ടീഷനുണ്ട്. കെട്ടിയിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ നമ്മുടെ വേറെ അല്ലെങ്കിൽ മറ്റുള്ള കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കാതെ അഗ്രസീവ് ആവും. ചിലപ്പോൾ വളരെയധികം പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, പേടിപ്പെടുത്തുന്ന ചിന്തകളും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഇവിടെ കേൾക്കുന്നു, കാണുന്നു. അങ്ങനെയുള്ള ഹാലൂസിനോസിസ് എന്ന് പറയുന്ന ആൽക്കഹോൾ വിഡ്രോവൽ ഹാലൂസിനോസിസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ കൊല്ലാൻ വരുന്നുണ്ട്, പോലീസ് പിടിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ബോംബർ അങ്ങനെ വലിയ സീനുകൾ ഇങ്ങനെ കാണുന്നു. അപ്പോൾ ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുള്ളി ഇറങ്ങി ഓടുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നത്. അതാണ് ഈ ഡെലീറിയൻ ട്രെമൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷന് നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ ഐ സി ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ അങ്ങനെ സെഡേറ്റ് ചെയ്ത് ഇടേണ്ടി വരുന്നു. അപ്പോൾ സാധാരണ മദ്യപാന ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നും ICU സെറ്റപ്പ് വളരെ കുറവാണ്. അതുമാത്രമല്ല മെഡിക്കൽ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ അനസ്തെറ്റിക്സോ ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും നമുക്ക് ഫിസിക്കൽ റെസ്ട്രെയിൻസ്, ഫിസിക്കലി നമ്മൾ കെട്ടിയിടേണ്ടി വരുന്നു. അല്ലാത്ത അത് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തില്ലെങ്കിൽ വളരെയധികം ദൂഷ്യം ആ പേഷ്യൻറ്റിനും ഉണ്ടാകും, കൂടെ നിൽക്കുന്നവർക്കുണ്ടാകും, ഹോസ്പിറ്റലിനും ഉണ്ടാകും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ ഒരു 24 hours അല്ലെങ്കിൽ ഒരു 48 hours നമ്മുടെ ഇങ്ങനെ ഫിസിക്കൽ റെസ്ട്രെയിൻസ് കെട്ടിയിടേണ്ടി വരുന്നതായ ചില പേഷ്യൻസിന് ഇടേണ്ടി വരും. അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ജന്നി വരുന്ന മദ്യം കഴിക്കാതിരിക്കുമ്പോൾ ജന്നി വരുന്ന പേഷ്യൻസിന് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. ഡെലീറിയം ട്രെമൻസ് എന്നാണ് അതിൽ മെഡിക്കൽ ടേംസ് പറയുന്നത്. അപ്പോൾ സ്ഥലകാല ബോധമില്ലായ്മ, ഇങ്ങനെ ഇതെല്ലാം ചികിത്സിക്കാൻ ഈ ഒരു ആദ്യത്തെ ഒരാഴ്ചയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതോടൊപ്പം തന്നെ ഉറക്കക്കുറവ്, സിവിയറായിട്ടുള്ള ഉറക്കക്കുറവ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചികിത്സിച്ചതിന് ശേഷമാണ് അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. മദ്യവിമുക്ത ചികിത്സ, അതായത് മദ്യം കഴിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കെമിക്കൽ അവേർഷൻ ബിഗിൻ ചെയ്യുന്ന അവിടെയാണ്. അല്ലെങ്കിൽ 10 ദിവസം ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഫിസിക്കലി ആൻഡ് മെഡിക്കലി ഫിറ്റായ രോഗികൾ ചില മരുന്നുകൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില റിയാക്ഷൻസ് ഉണ്ടാകും. അത് കെമിക്കൽ അവേർഷൻ, ഡൈസൾഫറാം എന്ന് പറയുന്ന ഒരു ഗുളിക സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ആൾക്ക് ആൻറ്റബ്യൂസ് റിയാക്ഷൻ ഉണ്ടാക്കി മദ്യവിമുക്ത അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ആ ഒരു ത്തോടുള്ള അടുപ്പം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള ചില മരുന്നുകളും നമ്മൾ ആൻറ്റി ക്രേവിംഗ് ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അക്കാംപ്രോസേറ്റ് അല്ലെങ്കിൽ നൽട്രിക്സോൺ, നലോക്സോൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് നമ്മൾ ഉപയോഗിച്ച് ഈ മദ്യമായിട്ടുള്ള ബന്ധം വിടർത്തുന്ന ഒരു പ്രക്രിയയാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജ് ചിലപ്പോൾ കുറച്ച് നാൾ, ഒരു 1 or 2 weeks മുമ്പോട്ട് പോകാം. അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റെ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന്, പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വീണ്ടും മദ്യം കഴിക്കാതിരിക്കാനുള്ള ഒരു മാനസിക നിലയിൽ കൊണ്ടുവരേണ്ടതുമാണ്. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആധുനിക മദ്യവിമുക്ത ചികിത്സയെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിൽ.